ശ്രീ സന്ദീപ് വാചസ്പതി, RSS സർസംഘചാലകന്റെ പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ മാപ്പ് പറയണം എന്നാണ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എന്നാണ്. അതിന് മറുപടി പറയാം. ഇപ്പോൾ ജിൻഡോ ഇവിടെ പറഞ്ഞത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും ഒരു രാഷ്ട്രീയ ചായവുള്ള പരിപാടിയിൽ അക്കാദമിക് രംഗത്തെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നത് ശരിയാണോ എന്നാണ്. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോ ജിൻഡോ പറഞ്ഞ ഒരു കാര്യം, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന് ജിൻഡോ ആദ്യം മനസ്സിലാക്കണം. കാരണം RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് ഭാരതത്തിലെ നിരവധി ഹൈക്കോടതികളിൽ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട വിധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം RSSനെ ഒരു രാഷ്ട്രീയ സംഘടനയായി കണക്കാക്കാനാകില്ല എന്ന അസന്നിഗ്ധമായ വിധി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠങ്ങൾ പലതവണ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2024 2 വർഷം മുൻപ് ജൂലൈ മാസത്തിൽ സർക്കാർ ജീവനക്കാർക്ക് RSSൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള തടസ്സം പോലും നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഒന്ന്. പിന്നെ രണ്ട്, നമ്മളൊന്ന് ചോദിക്കട്ടെ, ഈ പൊളിറ്റിക്കൽ അൺടച്ചബിലിറ്റി, രാഷ്ട്രീയ അസ്പൃശ്യത എന്നുള്ളത് എന്തിനാണ് ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്? ഈ VCമാര് RSSന്റെ സർസംഘചാലക പങ്കെടുത്ത ഒരു പരിപാടി, ആ പരിപാടിയുടെ സാങ്കത്യം ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയും. RSS 100ാം വർഷം ആചരിക്കുക, അതിന്റെ 100ാം ജന്മദിനത്തിന്റെ വേളയാണ്. ഇത് ശതാബ്ദി വർഷമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ ഭാഗമായി RSSന്റെ സർസംഘചാലകന്മാർ, ഇതിന്റെ ഭാഗമല്ല എങ്കിൽ പോലും RSSന്റെ തലവൻ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള പൗരപ്രമുഖന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളത് 1925 ശേഷം RSS അനുവർത്തിച്ചു വന്നിട്ടുള്ള ഒരു നയമാണ്. അത് ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ, ഡോക്ടർജിയുടെ കാലഘട്ടം മുതൽ ഇപ്പൊ മോഹൻ ഭാഗവത്ജിയുടെ കാലഘട്ടം വരെ അത് തുടരുന്നു. നാളെയും അത് തുടരും. ഇത് ആദ്യമായിട്ടൊന്നുമല്ല RSSന്റെ ആൾക്കാർ പൗരപ്രമുഖന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ എന്താണ് തെറ്റ്? ഒന്ന്. രണ്ട്, VCമാരുടെ കാര്യം പറഞ്ഞാൽ VCമാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് നിയന്ത്രണം? അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരാണോ VCമാർ? ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ ജിൻഡോയുടെ കാര്യമല്ല, ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും റോജി എം ജോൺ ആയാലും രണ്ടുപേരും ഭരണഘടനയുടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവരല്ലേ? അവരുടെ സത്യവാചകത്തിൽ ഉണ്ടല്ലോ, ആരോടും ഭയമോ വിദ്വേഷമോ പ്രീതിയോ കൂടാതെ ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിറവേറ്റും എന്ന് പറയുമ്പോൾ ആ സത്യവാചകത്തിന് അനുഗുണമായ രീതിയിലാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്? ഇന്നോ ഇന്നലെയോ പ്രതികരിച്ചിട്ടുള്ളത്? എന്തിനാണ് അവർ മാപ്പ് പറയേണ്ടത്? മുഖ്യമന്ത്രി ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? അപ്പൊ മുഖ്യമന്ത്രി എന്നുള്ളത് ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? അതോ RSS വിരോധം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഒന്ന് ഭീതിപ്പെടുത്തി അവരുടെ വോട്ട് തേടാമെന്ന് വിചാരിക്കുന്ന അതിന്യൂനപക്ഷങ്ങളായ മതഭീകരവാദികളുടെ മാത്രം മുഖ്യമന്ത്രിയാണോ ബഹുമാനപ്പെട്ട VD സതീശൻ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് RSSനോട് എന്ത് വിരോധമാവുള്ളത്? മുസ്ലിം സമുദായത്തിലെ അതിന്യൂനപക്ഷമായിട്ടുള്ള മതഭീകരന്മാർക്ക് RSSനോട് വിരോധമുണ്ടാകാം. പോപ്പുലർ ഫ്രണ്ടിനോ SDPIക്കോ അതുമല്ല എങ്കിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒക്കെ RSS വിരോധമുണ്ടാകാം. അവരുടെ കുഴലൂത്ത് നടത്തലാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം? മുഖ്യമന്ത്രി അവരുടെ മാത്രം മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട VD സതീശൻ തന്റെ ഇടത്തോടുകൂടി നാളെ പ്രസ്താവന ഇറക്കണം, ഞാൻ RSSനെ പ്രദാനം ചെയ്ത ആരുടെയും മുഖ്യമന്ത്രി അല്ല. കേരള സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളുടെയും പ്രജകളുടെ കൂട്ടത്തിൽ RSSകാരുടെ മുഖ്യമന്ത്രി അല്ല ഞാനെന്ന് പറയണം. RSSകാരുടെ മുഖ്യമന്ത്രി അല്ലേ ബഹുമാനപ്പെട്ട VD സതീശൻ? അപ്പൊ നിങ്ങൾ ഈ ഭയമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നായി കാണണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പരിപാടിയിൽ ആരെങ്കിലും പങ്കെടുത്താൽ അവരെ ഭീഷണിപ്പെടുത്തുന്നതാണോ മുഖ്യമന്ത്രിയുടെ നയം? അതിന് രാഷ്ട്രീയമായ വില കുറഞ്ഞ പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അതിന് എന്താണ് നിഷ വിലയുള്ളത്? എന്താണ് സംഭവിക്കുക? RSSന്റെ തലവൻ, നിങ്ങൾ ആരെയാണ് ഈ ഭയക്കുന്നത്? ഞങ്ങൾ എത്രയോ കാലമായി ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, RSSന് രാഷ്ട്രീയ അസ്പൃശ്യത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അൺടച്ചബിലിറ്റി RSSനോ BJPക്കോ ഇല്ല എന്ന് എത്രയോ കാലങ്ങളായി ഞങ്ങൾ പറയുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ നാടിന്റെ പുരോഗതിയാണ് എങ്കിൽ അവിടെ ഡയലോഗ്സിന്, ആശയ സംവാദത്തിന്, കൊടുക്കൽ വാങ്ങലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ രാഷ്ട്രത്തിൽ അത് നടന്നു വന്നതല്ലേ? എന്നു മുതലാണ് എതിർ പാർട്ടിയിൽപ്പെട്ടവരോട് മിണ്ടാത്തവരായി നമ്മൾ മാറിയത്? എതിർ പാർട്ടിയുടെ എത്രയോ പരിപാടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പങ്കെടുക്കാറില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അവരെ ഏതോ കോട്ട കെട്ടി അവർ തൊട്ടുകൂടാത്തവരാണ് എന്ന ഈ തൊട്ടുകൂടായ്മ നയം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരാമെന്നാണോ നിങ്ങളുടെ ധാരണ?
കഴിഞ്ഞ 100 വർഷമായി നിങ്ങൾ RSSനെ കോട്ട കെട്ടി ശരി, പ്രതിരോധിക്കുന്നില്ലേ? സന്ദീപ്, അതില് വിശദമായ ചർച്ചയിലേക്ക് ഞാൻ വരാം. അല്ല, തിരിച്ചു വരാം. ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. തിരിച്ചു വരാം ഞാൻ. അല്ല, ഈ പോയിന്റ് അല്ല നിഷ, ഈ പോയിന്റ് തീർത്തിട്ട് നിഷ, ഈ പോയിന്റ് തീർത്തിട്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കഴിഞ്ഞ 100 വർഷമായി RSSനെ കോട്ട കെട്ടി പ്രതിരോധിക്കുകയല്ലേ? എന്താ പറഞ്ഞ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ പ്രതിരോധിക്കുന്നത് എന്ന് സംരക്ഷിക്കുന്നു എന്ന ഭാവേന നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെയും ഈ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചിട്ട് എവിടം വരെ എത്തി? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് RSSുമായി ഒരു പ്രശ്നവുമില്ല സർ. RSSുമായി എത്രയോ അനുകൂലമായ വേദികളിൽ, എത്രയോ സംവാദ പരിപാടികളിൽ, എത്രയോ സഹകരണത്തിൽ RSSും ന്യൂനപക്ഷങ്ങളും തമ്മിൽ പോകുന്നില്ലേ? നിങ്ങൾ ഇടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പറയുന്ന ബഹുജനങ്ങൾക്ക് യാതൊരു ഭീതിയുമില്ല. നിങ്ങൾ ഈ മുമ്പ് ഞാൻ പറഞ്ഞ അതിതീവ്ര ന്യൂനപക്ഷങ്ങളെ ഭീഷണിക്ക് വഴങ്ങി എന്നതിന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മതനിരപേക്ഷ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ പിൻപറ്റുന്നവരുടെ പ്രഭാഷണം കേൾക്കാൻ അക്കാദമിക രംഗത്തുള്ളവർ പോയിരിക്കുന്നത് ശരിയായ സന്ദേശമാണോ കൊടുക്കുന്നത്? നിഷ, ഞാൻ അതിലേക്കൊക്കെ വരാം. രണ്ടുപേര് പറഞ്ഞതും നിഷ പറഞ്ഞതും ഉൾപ്പെടെ നിരവധി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഒന്ന്, ഇവിടുത്തെ SFIയുടെ നേതാവ്, അദ്ദേഹം ഇപ്പോഴും ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ നിലവാരത്തിൽ നിന്നും ഉയരാത്തത് വളരെ വിഷമകരമാണെന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഈ ഗർഭിണിയും ശൂലവും ഒക്കെ എന്നൊക്കെയോ തള്ളിക്കളഞ്ഞ ഗാന്ധിവധവും ഒക്കെ എന്റെ എന്താ പറഞ്ഞ SFIയുടെ ആള്, അദ്ദേഹം ഇതൊന്ന് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങളും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ചാൽ ഇമാതിരി വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വിഷയങ്ങളുടെ വന്നിരുന്ന് പറയില്ല. എങ്ങനെയാണ് ഗാന്ധിവധം ഉണ്ടായത്, അതിലെങ്ങനെ RSSനെ ഇംപ്ലിക്കേറ്റ് ചെയ്തു, പിന്നീട് നടന്ന 3-4 അന്വേഷണ കമ്മീഷനെ എങ്ങനെ കുറ്റവിമുക്തനാക്കി, നാളിതുവരെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടിലും ഫ്രം ദ എന്താണ് പറഞ്ഞത് സീൻ മഹസർ മുതൽ അല്ലെങ്കിൽ FIR മുതൽ സുപ്രീം കോടതി ജഡ്ജി അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരെ വിചാരണ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയും RSS എന്നുള്ള 3 അക്ഷരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. RSSുമായി കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് എത്രയോ കാലങ്ങളായി ഈ രാജ്യം ചർച്ച ചെയ്ത് ചവച്ചു തുപ്പിയ വിഷയമാണ്. ദൈവം അതൊന്നും പൊക്കിക്കൊണ്ട് വരരുത്. പിന്നെ ഇത് തന്നെയാണ് ഗർഭിണി ശൂലത്തിന്റെ കഥ. അങ്ങ് ഗുജറാത്ത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ എടുത്തു വെച്ചൊന്ന് വായിച്ചാൽ താങ്കൾക്ക് അതൊക്കെ മനസ്സിലാവും. സ്പെഷ്യൽ SIT UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച SIT ആണ് ഗുജറാത്ത് കലാപത്തെ പറ്റി അന്വേഷിച്ചതെന്നും അതിന് സംസ്ഥാന സർക്കാരിന് യാതൊരു കൺട്രോൾ ഇല്ലാതിരുന്ന SIT, രാഘവന്റെ നേതൃത്വത്തിലുള്ള SIT അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ താങ്കൾ വായിക്കണം. അപ്പൊ ഈ കഥകൾക്കൊക്കെയുള്ള മറുപടി അവിടെ കിട്ടും. അപ്പൊ താങ്കൾ ഇത്തരം അമർചിത്രകഥാ കഥകളുമായി താങ്കൾ പറയുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. അങ്ങ് പറയുന്നുണ്ടായിരുന്നു ഈ സംസ്ഥാന സർക്കാരിനാണല്ലോ അങ്ങ് റോൾ VCമാരുടെ കാര്യത്തിൽ. എന്താ ചെയ്തത് നിങ്ങൾ? ഇവിടെ നിഷയും ജിൻഡോയും ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നെങ്കിലും ഇന്ന് 3 VCമാരല്ലേ പങ്കെടുത്തത്? പിണറായിയുടെ കാലത്ത് 4 VCമാർ പങ്കെടുത്തല്ലോ. എന്ത് ചെയ്തു നിങ്ങൾ? സർക്കാരിന് വലിയ റോൾ ഉണ്ടായിട്ട് എന്താ ചെയ്തത്? അപ്പൊ അതുകൊണ്ട് അങ്ങ് SFI നേതാവ് ആയതുകൊണ്ട് അല്പം കൂടി VCമാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സെനറ്റും സിൻഡിക്കേറ്റും തമ്മിലൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് വായിച്ചു പഠിച്ചാൽ അതിനുള്ള മറുപടി കിട്ടും എന്നുള്ളത് ഞാൻ കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. പിന്നെ അങ്ങ് പറഞ്ഞ അന്ന് പത്രക്കുറിപ്പ് കൊടുത്തത്, അന്ന് പത്രക്കുറിപ്പ് കൊടുത്തെങ്കിൽ ഇന്ന് 2 മന്ത്രിമാര് സ്റ്റേറ്റ്മെന്റ് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അന്ന് നിങ്ങൾ പത്രക്കുറിപ്പ് കൊടുത്തു, ഇന്ന് ഇവര് 2 ബൈറ്റ് കൊടുത്തു. സതീശന് ഒരു കൊടുത്തു, നമ്മുടെ റോജിയും ചോണും കൊടുത്തു. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇവിടെ നടക്കട്ടെ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ജിൻഡോ പറഞ്ഞു, ജിൻഡോ ഈ RSS ഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സാറേ. ഈ ലോകത്തെ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS. 1 മണിക്കൂർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈതാനത്ത് ചെന്ന RSS അവിടെ എന്താ ചെയ്യുന്നതെന്ന് കാണാം. എന്ത് ഗൂഢതയുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രാഷ്ട്രീയമായ എതിർചേരിയിലും നിങ്ങൾക്ക് RSSനെ ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ. പക്ഷെ എങ്കിലും നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. RSSനെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇന്ത്യയിൽ എവിടെയോ എത്ര വർഗീയ കലാപ കേസുകളിൽ RSSന്റെ പേരുകളുണ്ട് പറഞ്ഞുതരാമോ? തലശ്ശേരി കലാപത്തിൽ ഉള്ള നേതാക്കന്മാരുടെയും CPI-CPM സംഘടനകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പൂന്ത്ര കലാപത്തിൽ, മാറാട് കലാപത്തിൽ പേരുകൾ പറഞ്ഞ സംഘടനകൾ പല മന്ത്രിസഭകളും വന്നും പോയി ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത്, വേദിയല്ല പറയുന്നത്, കിടക്ക പങ്കിടുന്നുണ്ട് മന്ത്രിസഭയിൽ അടക്കം. അപ്പൊ അതുകൊണ്ട് അന്വേഷണ കമ്മീഷനും വർഗീയ കലാപമൊന്നും കാണിച്ച് ആരെയും ഭീഷണിപ്പെടുത്താനൊന്നും വരരുത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മത തീവ്രവാദികൾ അടങ്ങുന്നതാണ്. അവർ മാത്രമാണ് നിങ്ങളുടെ ജനത. അതുകൊണ്ട് അത് അവിടെ ഇരുന്നോട്ടെ. അദ്ദേഹം പറയുന്നുണ്ട് VC എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ്, മുഖ്യമന്ത്രി എല്ലാവരുടെയും അല്ല. ഞാൻ RSSകാരുടെ മാത്രം മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് പറഞ്ഞില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ തള്ളിപ്പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ഞങ്ങൾക്ക് 102 സീറ്റ് കിട്ടി, രാജ്യത്തെ എല്ലാവരും സംസ്ഥാനത്തെ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് BJP ഓടിളക്കിയാണല്ലോ ഇവിടെ മത്സരിച്ച് ജയിക്കുന്നത്. അല്ല, ഓടിളക്കി പാർലമെന്റിൽ വരികയാണല്ലോ.
അപ്പൊ ഈ രാജ്യത്തെ BJP-യെ അധികാരത്തിലെത്തിയ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇന്ന് 28 സംസ്ഥാനങ്ങളുള്ള രാജ്യത്തെ 80% ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് RSS ഐഡിയോളജിയാണ് രാജ്യം ഭരിക്കുന്നത്. ആ RSS ഐഡിയോളജിയെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആൾക്കാരും വിഭാഗീയ ചിന്താഗതി ഉള്ളവരാണോ? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അപ്പൊ വിഭാഗീയതയ്ക്കാണ് വോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തവരെല്ലാം മെച്ചം, ആഹാ, ബാക്കിയുള്ളവരെല്ലാം ഓഹോ, ആ ലൈനൊക്കെ അങ്ങ് മടക്കി 4 കൈവച്ചാൽ മതി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു നിലപാടുണ്ട്, രണ്ടുപേരോട് ഒരു നിലപാട് സ്വീകരിക്കണം. നിങ്ങൾക്ക് SDP-ക്കാരും ജമാഅത്തേക്കാരും മാത്രമല്ല വോട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറ്റുള്ള സംസ്ഥാനങ്ങളും രാജ്യവുമുണ്ട്. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വിഭാഗീയതയുടെ ആൾക്കാരാ? അവരിൽ അത്ര മണ്ടന്മാരാണോ? കഴിഞ്ഞ 15 വർഷത്തിലേക്ക് കടക്കണല്ലോ, 3ാമത്തെ ടൈമാണല്ലോ. ആ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബഹുമാനപ്പെട്ട ജിൻഡോ നിങ്ങൾ വില കുറച്ച് കാണരുത്. ജനകീയ ശക്തിയെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ഞാൻ ഇതിലൊരു കാര്യം നിങ്ങളുടെ നേതാക്കന്മാർ തുടക്കം മുതൽ ഈ വിഷയം വിവാദമായി മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിന്റെയും പ്രീതി പിടിച്ചു പറ്റാനാണ് എന്ന് പറയുന്നു. ഇവിടെ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് രംഗത്തേക്ക് വരുന്നത്? ഇന്ന് മന്ത്രി ഷാജിയോട് ഇക്കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയത് പോലുമില്ല. ഇതിനകത്ത് ബോധപൂർവ്വം വർഗീയത കൊണ്ടുവരുന്നത് ആരാണ് ശ്രീ സന്ദീപ്? നിഷ, ഞാൻ അതിലേക്ക് വരാം. മുസ്ലിം ലീഗിന്റെ പേര് ആരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. ഇവിടെ ആകെ പ്രതികരിച്ചത് SDP-യും സമസ്തയും മാത്രമാണ്. ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ ഇവരോട് മിണ്ടിയാൽ അവരെ പിടിച്ചങ്ങ് RSS ആക്കും. മഹാത്മാഗാന്ധിയും കൊള്ളാവുന്ന ആൾക്കാരൊക്കെ മിണ്ടിയാൽ ഉടനെ RSS ആക്കണം. ബഹുമാനപ്പെട്ട ജിൻഡോ, താങ്കൾ ചരിത്രം ഒന്ന് പഠിക്കണം. അതായത് മഹാത്മാഗാന്ധി RSSന്റെ ക്യാമ്പ് സന്ദർശിച്ചത് 2 തവണയാണ്. വെറുതെ വഴിയെ കൂടെ പോയപ്പോ RSSകാരനെ കണ്ട് കൈപിടിച്ച് കുലുക്കി മിണ്ടിയതല്ല. RSSന്റെ വാർധാ ശിബിരത്തിൽ 1945 നടന്ന 35 നടന്ന വാർധയിലെ ശിബിരത്തിൽ ഗാന്ധി 2 തവണയാണ്, ഒന്നല്ല 2 തവണ. എന്നിട്ട് ഗാന്ധി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. അയിത്തം എന്നുള്ളത് എനിക്കിവിടെ RSS ക്യാമ്പിൽ വന്നിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നും RSS ഈ നാട് ചെയ്യുന്ന സേവനത്തെ പറ്റി പ്രകടിപ്പിച്ചത് ഒന്ന് ഗാന്ധി. BR അംബേദ്കർ RSSന്റെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് RSS സ്ഥാപകനെ കാണാൻ വന്നു, 2 തവണ വന്നു. അദ്ദേഹം മരണശയ്യയിലായതുകൊണ്ട് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടക്കാതെ പോയി നേതാജി സുഭാഷ് ചന്ദ്ര. ഇവരൊന്നും വഴിയേക്കട പോയപ്പോ RSSന്റെ ബോർഡ് കണ്ട് കയറി വന്ന് ചായ കുടിക്കാൻ വന്നവരല്ല. പിന്നെ ഈ RSSന്റെ പ്രചാരകായിരുന്നു ദത്തോപന്ത് ഠേങ്കടി, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BMSന്റെ സ്ഥാപകനാണ്. അദ്ദേഹമായിരുന്നു BR അംബേദ്കറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ്. നിങ്ങൾ അംബേദ്കർക്കെതിരെ, നിങ്ങളിപ്പോ വലിയ അംബേദ്കറൈറ്റുകളും അംബേദ്കർ പ്രേമികളുമാണല്ലോ. അംബേദ്കർ മുംബൈയിൽ മത്സരിക്കുമ്പോൾ അംബേദ്കർക്കെതിരെ സ്ഥാനാർത്ഥി നിർത്തിയ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അന്ന് അംബേദ്കറുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചത് നിങ്ങൾ ഈ പറയുന്ന വലിയ വർഗീയവാദിയായ സവർണ ഫാസിസ്റ്റായ ദത്തോപന്ത് ഠേങ്കടിയാണ് എന്ന് മറക്കരുത്. പിന്നെ 1, 2 അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. താങ്കൾ MC ചഗ്ല എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നയാളാണ് MC ചഗ്ല. മുഹമ്മദ് അലി കരീം ചഗ്ല പേര് അങ്ങനെയാണ്. അത് മുംബൈ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു MC ചഗ്ല. ആ MC ചഗ്ല, നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസമാണല്ലോ വിഷയം. ഞങ്ങള് VC-മാരെന്തോ പ്രസംഗം കേട്ടവിടെ ഇവിടെ കാവ്യവൽക്കരണം ഞാൻ ചോദിച്ചു, എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, മതമാണ് പ്രശ്നമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മുസ്ലിം ലീഗ് മന്ത്രിയുമായി അധികാരം പങ്കിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇവിടെ എന്തിനാണ് നിങ്ങൾ ഈ വിവാദം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി എല്ലാം ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? അപ്പൊ ഇതിൽ ആരാണ് വർഗീയത സൃഷ്ടിക്കുന്നത്? ശരി, ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ MC ചഗ്ല, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ചഗ്ല വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ ദിശ എന്ന വിഷയത്തെപ്പറ്റി RSSന്റെ 2ാം സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവൽക്കറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ചരിത്രപരമായ പോയിന്റാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. 2, 1965 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി. സർവകക്ഷി യോഗം വിളിച്ചു. RSSന്റെ 2ാം സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കർ ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജിൻഡോ, അപ്പൊ ഈ രാജ്യത്തിന്റെ നിർണായകമായ മേഖലകളിലെല്ലാം RSS ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ഇടപെട്ടിട്ടുണ്ട്, ഇന്ന് ഇടപെടുന്നുണ്ട്, നാളെ ഇടപെടുകയും ചെയ്യും. അത് BJP-യുടേതാണല്ലൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നരേന്ദ്രമോദി എന്തോ ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ട് RSS-കാരുടെ ഇടപെടുന്നു തെറ്റിദ്ധരിക്കല്ലേ. ആരും ഭരിച്ചാലും ഇടപെട്ടിരിക്കും. ഈ രാഷ്ട്രം എന്നൊക്കെ പ്രതിസന്ധി RSS എന്നല്ല, ഇനിയിപ്പോ ഏത് പ്രത്യയശാസ്ത്രമായാലും കേൾക്കാൻ പോയിരിക്കുന്നത് എന്തിനാണ്? ഹിന്ദുസ്ഥാൻ is a Hindu nation and the Hinduness has the capacity to connect everything in the world. The responsible society of Bharat is Hindu society.
എന്നെല്ലാമുള്ള പ്രഭാഷണം നടക്കുന്നിടത്ത് അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ പോയി കയ്യും കെട്ടി കേട്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? നിഷ അത് മാത്രമേ കേട്ടുള്ളൂ. അതിനു മുൻപ് സർസംഘചാലക് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഓൾ ഇന്ത്യൻസ് ആർ ഹിന്ദുസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു? ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെയും ഹിന്ദുക്കളായിട്ടാണ് ഞങ്ങൾ അപകടകരമായ പ്രസ്താവനകൾ ഇതൊക്കെയാണ്. എന്ത് അപകടം? ഞങ്ങള് അല്ല, ഇത് നിഷയ്ക്കല്ലേ അപകടം? രാജ്യത്തിന്റെ സെക്കുലർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് ചേരാത്ത പ്രസ്താവനകൾ, രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370 ഒക്കെ രാജ്യത്തിന്റെ നന്മയ്ക്കായാണ്, അതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ രാജ്യത്ത് അക്കാദമിക രംഗത്തെ നയിക്കുന്നവർ പോയി കേട്ടുകൊണ്ടിരിക്കുക? അല്ല, ഈ മതനിരപേക്ഷതയുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. ഞങ്ങളാരും മതനിരപേക്ഷക്കാരല്ലേ? ഈ മതനിരപേക്ഷത ഞങ്ങൾക്കല്ല, ഞാനടക്കം ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ജീവിക്കുന്ന വളരെ മര്യാദക്ക് ഈ രാജ്യത്ത് കഴിഞ്ഞ ആർക്കുമില്ല, RSSനുമില്ല, BJPക്കുമില്ല. കഴിഞ്ഞ 12 ഇല്ല, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ 12 വർഷമായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഫാബ്രിക്കിന് എന്താ കുഴപ്പം പറ്റിയത്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഓടിപ്പോയോ? അവരെല്ലാം വറുത്തു തിന്നോ? നരേന്ദ്രമോദിയും BJP RSSും കൂടെ എന്താ ചെയ്തത്? നിങ്ങൾ കുറെ കാലം കൂടി ഭീതി ഉണ്ടാക്കുന്നല്ലോ. അന്നും ഇന്നും RSS പറയുന്നു ഈ രാജ്യത്ത് അവിടെ നിൽക്കൂ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ? രാമജന്മഭൂമി ഈ രാജ്യത്തെ രാഷ്ട്രീയ വിഷയമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ വിഷയമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ വിഷയമാണെന്ന് സർസംഘചാലക് പറയുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് തലകുലുക്കി സമ്മതിക്കണം എന്നാണോ BJP കരുതുന്നത്? ശ്രീമതി നിഷ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഈ രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370യും ഞാനും നിഷയും തമ്മിലാണോ സമയം? ഇന്ത്യയുടെ പരമോന്നത കോടതി റാറ്റിഫൈ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ. നിങ്ങൾ അത് കണ്ടില്ലേ? ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരാണ് ഈ രാജ്യത്ത് പറയേണ്ടത്? മനോരമ സ്റ്റുഡിയോയിലാണോ രാമജന്മഭൂമി മനോരമയല്ല, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് സ്വീകരിക്കുന്നുണ്ടോ? ശ്രീ സന്ദീപ് വചസ്പതി, അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടെന്ന്. അപ്പോ അങ്ങനെയുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും നയിക്കേണ്ട അക്കാദമിക് രംഗത്ത് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിരിക്കുന്നത് എങ്ങനെയാണ്? നിഷ, സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോ ഓഫ് ദ ലാൻഡ് അതിനെ അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും എല്ലാ കോടതി വിധികളോടും വിയോജിക്കാനുള്ള അവകാശവും നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ശ്രീ സന്ദീപ്, വിയോജിച്ചോളൂ, വേണ്ട ഇല്ലെന്ന് ആര് പറഞ്ഞു? വിയോജിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കോടതി വിധികളോടക്കം വിയോജിപ്പുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള എല്ലാ പശ്ചാത്തലത്തിലും വരുന്ന കുട്ടികളെ നയിക്കേണ്ടത് ശ്രീ സന്ദീപ് വചസ്പതിയോ താങ്കളുടെ പാർട്ടിയോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഒക്കെ പോകുന്നത് ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാം, കേൾക്കാം. പക്ഷേ ഇതിനോട് വിയോജിപ്പുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നയിക്കേണ്ട അക്കാദമിക് രംഗത്തെ പ്രമുഖർ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് തലകുലുക്കിയിരിക്കുന്നത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഇനി അവരോട് തലകുലുക്കാതിരിക്കാൻ പറയാം. അവർ കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആകാശം ഇടിഞ്ഞു വീണോ? അല്ല, താങ്കൾക്കെതിരെ നിസ്സാരമായും തമാശയായും ഒക്കെ പറയാമായിരിക്കും. ഈ രാജ്യത്തെ അല്ല, ഇത് കേൾക്കൂ. ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, മതനിരപേക്ഷ നിങ്ങൾ ഈ പറയുന്ന മതേതര ഫാബ്രിക്കിനെ സ്പർശിക്കുന്ന, അതിന്റെ ഔട്ടർ ലെയറിലെങ്കിലും സ്പർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു പ്രശ്നം നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ വൈസ് ചാൻസലർമാർ കേട്ടിരുന്ന പ്രസംഗത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. Hindustan is a Hindu nation and the Hinduness has the capacity to connect everything in the world. Hindustan is a Hindu nation എന്ന് അദ്ദേഹത്തിന് പറയാം. റെസ്പോൺസിബിൾ സൊസൈറ്റി ഓഫ് ഭാരത് ഈസ് ഹിന്ദു സൊസൈറ്റി. അതായത് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോകൂ. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിം ഗുണ്ടായിസം ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഹിന്ദുക്കൾ ശക്തരായി നിൽക്കണം. അതോടൊപ്പം പറഞ്ഞതാണ് രാമജന്മഭൂമിയും ആർട്ടിക്കിൾ 370 രാഷ്ട്രീയ വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾക്ക് യോജിക്കുന്ന പ്രസ്താവനയാണെന്ന് ശ്രീ സന്ദീപ് പറയുന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ നിലപാടിനെ ആ നിലയ്ക്ക് ഞാൻ മാനിക്കുന്നു. അല്ല നിഷ, ഞാൻ ചോദിക്കട്ടെ, സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ആത്മാവെന്നുള്ളത് RSS കണ്ടുപിടിച്ച സംഗതിയാ? സുപ്രീം കോടതി വിധിയില്ലേ നിഷ? എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്?
മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ? നേതാജി പറഞ്ഞിട്ടില്ലേ? വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ലേ? BR അംബേദ്കർ പറഞ്ഞിട്ടില്ലേ? ആരാണ് രാജ്യത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ ചേതനയുള്ള സനാതന ധർമ്മം തന്നെയാണ്. രാജ്യത്തിന്റെ ആത്മാവ് സനാതന ധർമ്മമാണ്. ഹിന്ദുത്വം എന്നുള്ളത് ജീവിത രീതിയാണ്. ഈ രാഷ്ട്രത്തിന്റെ ചേതനയാണ് സനാതന ധർമ്മം. അത് ശരി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ രാജ്യത്തിന്റെ ആത്മാവ് സനാതന ധർമ്മമാണെന്ന് ഏത് കോടതി വിധിയാണ് പറഞ്ഞത്? നിഷ, ഈ രാഷ്ട്രത്തെ നിങ്ങൾ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ഏതോ അമ്പലത്തിൽ പോകുന്നവർ RSSകാരെന്ന് മാത്രം നിങ്ങൾ വക്രീകരിക്കുന്നതിന്റെ പ്രശ്നമാണിത്. ഈ രാഷ്ട്രത്തെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ പറ്റിയാണ് സംസാരം. ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് സനാതന ധർമ്മം തന്നെയാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭഗിനി നിവേദിത പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറയാത്തത്? മഹർഷി അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ബാലഗംഗാധര തിലകൻ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി എന്തിനാ രാമരാജ്യം നടപ്പാക്കണമെന്ന് പറഞ്ഞത്? താലിബാനിസം നടപ്പാക്കണമെന്ന് പറയാതിരുന്നത്? അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണെന്നേ. ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതിനെയാണ് ഞങ്ങൾ സർവസ്പർശി എന്ന് പറയുന്നത്. സർവസ്പർശിയാണ് ഈ ദർശനം. അല്ലാതെ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം. പക്ഷേ അക്കാദമിക് രംഗത്തെ നയിക്കുന്ന ആളുകൾ ഇത് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ മറ്റു അതിഥികൾക്ക് സമയം കൊടുക്കേണ്ടതുകൊണ്ടാണ്. ശ്രീ PS സഞ്ജീവ് അങ്ങനെ ചോദിച്ചോ? ഇതൊരു അക്കാദമികമായ സംവാദങ്ങൾക്കിൽ പങ്കെടുക്കുന്നതിന് അക്കാഡമിക് പറയൂ നിഷ. ഞാൻ ചോദിക്കുന്നത് ഇത് ഞങ്ങളുടെ മാത്രം ചിന്തയല്ല സർ. ഈ രാഷ്ട്രത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ചിന്തയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് കഴിഞ്ഞ 100 വർഷമായ ഒരു കോട്ടവും തട്ടാത്തത്. ഈ രാഷ്ട്രത്തിൽ RSSുമായി ബന്ധപ്പെടുന്ന ഈ 4-3 AIVCമാർ വന്ന ഈ രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന മൂഢന്മാരാണോ തീരുമാനിക്കാൻ കഴിയുമോ ശ്രീ സന്ദീപ്? ഞാൻ തിരിച്ചു വരാം. BJPക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവരും RSS പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് താങ്കൾ പോലും കരുതുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ PS സഞ്ജീവ്, ഇതൊരു അക്കാദമികമായ സംവാദമാണ്. രണ്ട് ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ പിണറായി വിജയൻ എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്നുള്ളതിന് കൂടി മറുപടി സഞ്ജീവ്. ഒന്ന്, ഈ ചർച്ച ഉടനീളം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമയം പൂർണ്ണമായി അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ BJPയുടെ പ്രതിനിധിക്ക് എന്താന്ന് വെച്ചാൽ അദ്ദേഹം കുറെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നൊക്കെ കേട്ടും. ഇപ്പോൾ ഈ പല ഒഴിവ് കഴിവുകളും അല്ലെങ്കിൽ ചില ന്യൂനതകൾ, ചില നാരോ എസ്കേപ്പിംഗ് ഒക്കെ ചരിത്രത്തിൽ നടന്നതിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് RSSന് മെമ്പർഷിപ്പ് ഒന്നുമില്ല. RSSന് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നാളെ സന്ദീപ് വചസ്പതി എന്തെങ്കിലും കുറ്റം ചെയ്താൽ പോലും RSSന് വേണമെങ്കിൽ സന്ദീപ് വചസ്പതിയെയും തള്ളാം. കാരണം സന്ദീപ് വചസ്പതി RSSൽ പ്രവർത്തിച്ചതിന് ഒരു തെളിവും ഇന്ത്യ മഹാരാജ്യത്ത് കാണില്ല. അതുപോലെ തന്നെയാണ് ഈ ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അത് ഇന്ത്യയുടെ രേഖകളിൽ എല്ലാ മനുഷ്യർക്കും അറിയുന്നത് പോലെ അതിന് ഒട്ടനവധി തവണ ശ്രമിച്ച് ഒരിക്കൽ വിജയിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ സംഘമാണ്. അതേ ആളുകളാണ് ഗാന്ധിജി RSSന്റെ ശാഖയിൽ വന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന കോൺട്രഡിക്ഷൻ. അപ്പോ ഒരു സെന്റൻസ് പറയൂ. താങ്കൾ ഒരു ചെറുപ്പക്കാരനല്ലേ? RSS വധവുമായി ഞാൻ പറയാം. ഇത് AG നൂറാനിയുടെ RSS എ മെനേസ് ടു ഇന്ത്യ എന്ന പുസ്തകമാണ്. ഇതിൽ RSS ആൻഡ് ഗാന്ധി അസാസിനേഷൻ എന്നൊരു ഭാഗമുണ്ട്. അതില് ജസ്റ്റിസ് കപൂറിന്റെ ഫൈൻഡിങ്സ് ഒരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണല്ലോ ജസ്റ്റിസ് കപൂർ ആണല്ലോ ഇത് അന്വേഷിച്ചത്. പറഞ്ഞോട്ടെ, സഞ്ജീവേ, നമുക്ക് വേണ്ടത് RSSനെ ഇന്ന് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗാന്ധിയുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ കേൾക്കൂ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ കേൾക്കൂ. അല്ല സഞ്ജീവ്, നിങ്ങൾ അല്ലല്ല നിഷ, അത് ശരിയല്ല. കാരണം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അങ്ങനെ പറയരുത്. സഞ്ജീവ് ഭട്ടും പ്രബീർ പുർക്കാസയും ഒക്കെ ജയിലിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത്. സഞ്ജീവ് ഭട്ടും പ്രബീർ പുർക്കാസയും
നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കരുത് സുഹൃത്തെ. ഞങ്ങൾ ഒരു അധിക്ഷേപം നടത്തിയില്ല. ഞാനിത് വായിക്കട്ടെ. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത് വായിക്കുന്നതിൽ പേടിയില്ല പറഞ്ഞാൽ മതി. ശ്രീ സഞ്ജീവ് പറയൂ. ഞാൻ ഇവിടെ വായിക്കാം. Justice Kapoor's findings, however, are all too clear. After listing the information about the Nagarwala, he concluded all these factors. ഒരു ഈ ക്രൈം റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണ്, ഗാന്ധിജിയുടെ കൊലപാതകത്തെ കുറിച്ച്. അവിടെ പറയുന്നത് സവർക്കറും ഗോഡ്സെയും നാരായണ ആപ്തയും 40 മിനിറ്റ് ഡൽഹിയിലേക്ക് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോകുന്നതിന് തലേ ദിവസം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 മിനിറ്റ് സന്ദർശിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നതിനെ കുറിച്ച് തെളിവുണ്ട് കേട്ടോ, തെളിവുണ്ട്. പല ഈ പറഞ്ഞ സവർക്കർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട കേട്ടോ, അത് കൂടുതലൊന്നും പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അതാണ് പ്രശ്നം. നിങ്ങൾ RSS മെമ്പറാണോ? പക്ഷെ നിങ്ങൾ RSS അല്ലേ? നിങ്ങൾക്ക് RSS മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഇല്ലാതെ രാജ്യത്ത് ഗൂഢമായി പ്രവർത്തിക്കുന്ന രഹസ്യ സംഘടനയാണ് രഹസ്യ സംഘടനയാണ് RSS. അതുകൊണ്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് വെക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭരണഘടന എഴുതാത്തത്. നിങ്ങൾ എന്താ ഭരണഘടന എഴുതാത്തത്? നിങ്ങളോട് ഭരണഘടന എഴുതാൻ പറഞ്ഞിട്ടില്ലേ? രഹസ്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ട് അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങ് RSS ആണോ? അങ്ങ് RSS ആണോ? എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഉത്തരവുണ്ടോ? RSS ആണോ? RSS ആണോ? ധൈര്യം പറയൂ. നിങ്ങൾ ക്ലാസ് എടുത്തല്ലോ. അങ്ങ് RSS ആണോ? RSS ആണോ അല്ലയോ പറ. ഇത്തരം ചോദ്യങ്ങൾ പിന്നെ ഞാൻ RSS അല്ലാതെ ഓക്കെ. അപ്പൊ അതുപോലെ മെമ്പർഷിപ്പ് പോലും അങ്ങയുടെ കയ്യിലില്ല. താങ്കൾക്ക് ഭരണഘടന പറഞ്ഞല്ലോ. അതുപോലെ പഠിച്ചിട്ട് വരൂ. താങ്കൾ പഠിച്ചിട്ട് വരൂ. RSSന് ഭരണഘടന ഉണ്ടല്ലോ. RSSനുണ്ടോ? എന്നാൽ അത് പബ്ലിഷ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയില്ല. എന്നാ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾ അന്വേഷിച്ച് കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങൾ അന്വേഷിച്ച് എവിടെയും കാണുന്നില്ല. അതുകൊണ്ടാണ് കാണാത്തൊന്നും ഈ ലോകത്തിലില്ല അല്ലേ? അപ്പൊ എവിടെ നല്ല ലോജിക്കാണ്. എവിടെ കിട്ടും? ഞങ്ങൾ കാണാത്തതൊന്നും ഈ ലോകത്തിൽ എവിടെ കിട്ടും? പറയൂ. എവിടെ കിട്ടും? എവിടെ കിട്ടും? പറയൂ. എവിടെ കിട്ടും? സാർ പറഞ്ഞോളൂ, ഞാൻ വാങ്ങി വായിക്കാം. ഞാൻ അയച്ചു തരണം. എവിടെ കിട്ടും? നിഷയ്ക്ക് ഞാൻ അയച്ചുതരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചുതരാം. നിഷയ്ക്ക് ഞാനിപ്പോ അയച്ചതാ. നിഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഭരണഘടന കണ്ടോ? സഞ്ജീവ്, നമുക്ക് ഭരണഘടന സംഘടിപ്പിക്കാം. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. അതിനുശേഷം ഇടവേള വേണം. അതുകൊണ്ടാണ് സഞ്ജീവ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കും. അല്ല, ഞാൻ പറയുന്നത് RSS ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും അതിന്റെ രൂപവും കീഴടങ്ങിക്കൊണ്ടാണ് അവരുടെ ഗ്രാൻഡ് ഡിസൈൻ. സംസാരിക്കാൻ വിടൂ സാർ. നിങ്ങൾ അയച്ചെന്നുള്ളൂ. ഞങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. സഞ്ജീവിന് വിട്ടുകൊടുക്കാതെ എന്ന് പറയരുത്. എന്റെ സമയം അതുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം. സമയം ആരുടേതെന്നുള്ള അല്ല വിഷയം. ഇവിടെ വിവരക്കേടുകൾക്ക് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിവില്ല. അതുകൊണ്ട് RSSന് ഭരണഘടന ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെയാ സ്ഥാപിക്കുക? നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ സമ്മതിച്ചു. ഇല്ല എന്നർത്ഥമില്ല. എന്തായാലും സഞ്ജീവിന് ഭരണഘടന അയച്ചു കൊടുത്തിട്ടുണ്ട് RSSന്റെ. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് എന്നുള്ളിടത്ത് പറയുന്നുണ്ട്. ദ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് സംഘ് ആർ ടു വെൽ ടുഗദർ ദ ഡൈവേഴ്സ് ഗ്രൂപ്സ് വിതിൻ ദ ഹിന്ദു സമാജ് ആൻഡ് ടു റിവൈറ്റലൈസ് ആൻഡ് റീജുവനേറ്റ് ദ സെയിം ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ധർമ്മ ആൻഡ് സംസ്കൃതി that it may achieve an all-sided development of Bharatvarsha. ഞാൻ സാന്ദർഭികമായി വായിച്ചു എന്ന് മാത്രം. സഞ്ജീവ്, അപ്പൊ RSSന്റെ ഭരണഘടന അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ സമയം